ഹലോ ഫ്രണ്ട്സ്, ടെക്കോണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്പിറോമീറ്ററിനെ കുറിച്ചാണ്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറോമീറ്റർ എന്താണ്, ആ റെസ്പിറോമീറ്ററിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോവിഡിൻ്റെ രണ്ടാമത്തെ വേവ് വന്നതിന് ശേഷം നമ്മളിൽ പലർക്കും, അതായത് കോവിഡ് രോഗബാധിതരായിക്കോട്ടെ, കോവിഡ് രോഗത്തിൽ നിന്ന് വിമുക്തരായവരായിക്കോട്ടെ, അവർക്ക് വരുന്നൊരു പ്രശ്നമാണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ശ്വസിക്കാനുള്ള നമ്മുടെ ലങ്സിൻ്റെ കഴിവ് കുറയുക, അതുവഴി ബ്ലഡിലെ ഓക്സിജൻ അളവ് കുറയുക, അതുവഴി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മരണം വരെ സംഭവിക്കുന്നുണ്ട്. സോ നമുക്ക് പലർക്കും അറിയാൻ പാടില്ല നമുക്ക് എപ്പോഴാണ് ബ്രീത്തിങ് ഇഷ്യൂ ആണ്. അത് വന്നതിന് ശേഷമാണ് പലർക്കും അറിയുന്നത് ഇങ്ങനെ ലങ്സിന് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന്. സോ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മുൻകൂട്ടി ഒഴിവാക്കാൻ, അതായത് ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ലങ്സിനെ ഓൾറെഡി റെഡിയാക്കി നിർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ബോൾ റെസ്പിറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം. ഇത് ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ട്. കാരണം എൻ്റെ ഫാദറിന് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഉണ്ടായതിനു ശേഷം അന്നും ഈ ബ്രീത്തിങ് എക്സസൈസിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. പലർക്കും ഇന്ന് ലങ്സിലെ സർജറി അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ സർജറികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹാർട്ട് സർജറി, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്ന കഴിയുമ്പോൾ അവർക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണം, അതായത് ബ്രീത്തിങ് എക്സസൈസ്, ബ്രീത്തിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഈ സ്പൈറോമീറ്റർ. സോ ഇന്ന് കോവിഡ് വന്ന് ഈ ബ്രീത്തിങ്ങിന് ഇഷ്യൂ വന്നതിന് ശേഷം പിന്നെയും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു ഉപകരണമാണിത്. സ്പൈറോമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ഒരു ഉപകരണമാണ്, ചെറിയൊരു ഉപകരണം. ഇതിൽ 3 കോളങ്ങളുണ്ട്, 3 ട്യൂബുകളുണ്ട്. അതിൽ 3ലും ഓരോരോ പ്ലാസ്റ്റിക് 3 ബോളുകൾ കിടപ്പുണ്ട്. പല ബ്രാൻഡ് കമ്പനികൾക്കും പല കളറുകളാണ് കാണാറുള്ളത് സാധാരണ. സോ അങ്ങനെ 3 ബോളുകൾ കിടപ്പുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ അകത്തൊരു ബ്രീത്തിങ് ട്യൂബ് ഉണ്ട്. അതായത് ഈ ട്യൂബ് വഴിയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് തള്ളുന്നതും. അതായത് ഈ മീറ്ററിൽ കാണാൻ വേണ്ടി, ഒരു മീറ്ററാണ് അളക്കാൻ വേണ്ടി നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് ഇതുവഴി, ശ്വാസം അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുന്നതും ഈ ഒരു ട്യൂബ് വഴിയാണ്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ പാർട്ട് എന്ന് പറയാനുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ട്യൂബ് എടുത്ത് നമ്മൾ നമ്മുടെ വായിലേക്ക് വെക്കും. അതായത് വായിലേക്ക് വെക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത്. അത് ചുമ്മാ വായിൽ മുട്ടിച്ച് വെക്കുകയല്ല ചെയ്യുന്നത്. അതായത് നമ്മുടെ വായിലെ അകത്തേക്ക് നമ്മുടെ ചുണ്ട് ഈ മൗത്ത് പീസിന് ചുറ്റും സീൽ ചെയ്തിരിക്കണം. സോ ആ രീതിയിലാണ് നമ്മൾ വായിലേക്ക് ഇത് വെക്കുന്നത്. വായിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഇൻഹലേഷൻ, അതായത് ശ്വാസം എടുക്കുന്ന ഒരു പ്രക്രിയ, എന്തോരം നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, എന്തോരം നമ്മുടെ ലങ്സിന് കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മളെന്ന് വെച്ചാൽ വായിലേക്ക് വെച്ചിട്ട് നമ്മൾ ശ്വസിക്കുക, ശ്വാസം അകത്തേക്ക് എടുക്കുക. ആ സമയത്ത് ഈ ബോളുകൾ എന്ന് പറയുന്നത് ഈ താഴെ റെസ്റ്റ് ചെയ്ത് കിടക്കുന്ന പൊസിഷനിൽ നിന്ന് നേരെ മുകളിലോട്ട് പൊങ്ങാൻ തുടങ്ങും ഈ ബോളുകൾ എന്ന് പറയുന്നത്. സോ ആദ്യം ഈ റെഡ് ബോൾ പൊങ്ങും. അതിനുശേഷം നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ബോളുകൾ പൊങ്ങുന്നത്. അത് റെഡ് ബോൾ പൊങ്ങി മുകളിൽ മുട്ടും. കൂടാതെ കഴിയുമ്പോൾ നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മഞ്ഞ ബോൾ പൊങ്ങും. അതുപോലെ ബ്ലൂ ബോൾ, 3 ബോളും ശരിക്കും പൊങ്ങി മുകളിൽ നിൽക്കണം എന്നാണ് മാക്സിമം. നമ്മുടെ ലങ്സിൻ്റെ എയർ ഇൻടേക്ക് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ 3 ബോളും മുകളിൽ പൊങ്ങി നിൽപ്പുണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അത് അളക്കാനൊരു ഉപകരണമായിട്ട് എടുക്കാൻ പറ്റും. ഡോക്ടേഴ്സിന് അപ്പോൾ മനസ്സിലാവും എന്തോരം ഉണ്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി എന്ന്. സോ ഇതിലോരോ മാർക്കിങ്ങുകളും ഉണ്ട്. അതായത് ആദ്യത്തെ റെഡ് ബോൾ പൊങ്ങുകയാണെങ്കിൽ നമുക്ക് 600 cc/s ആണ് നമ്മുടെ എയർ ഇൻടേക്ക്. പിന്നെ രണ്ടാമത്തെ ബോൾ പൊങ്ങുകയാണെങ്കിൽ 900 cc/s ആണ് നമ്മുടെ വായു ഭാഗത്തേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ബോൾ പൊങ്ങുകയാണെങ്കിൽ, അതായത് എല്ലാ ബോളുകളും ഒരുമിച്ച് പൊങ്ങുകയാണെങ്കിൽ 1200 cc ആണ് നമ്മുടെ എയർ ഇൻടേക്ക്. അതാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്, എയർ എടുക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത്. സോ ഞാൻ അടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ റെസ്പിറോമീറ്റർ വർക്ക് ചെയ്യണമെന്നുള്ളത്. സോ അത് നമ്മൾ ഉപയോഗിക്കുക. ആദ്യം നമ്മളത് എടുക്കുക, ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിൽ തന്നെ പിടിക്കുക. അതായത് നമ്മുടെ വായിക്ക് നേരെ വന്നൊരു പൊസിഷനിലായിട്ട് റെസ്പിറോമീറ്റർ പിടിക്കുക. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മൗത്ത് പീസ് മാക്സിമം എല്ലാവരും സാനിറ്റൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ നമ്മളത് വായിലേക്ക് വെച്ച് വലിക്കുമ്പോൾ ഈ ബോളുകൾ പൊങ്ങണം, ഇത്രേ ഉള്ളൂ. സോ ആദ്യം നമ്മളെന്താ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ശ്വാസം എടുത്തൊന്ന് നോർമലായിട്ട് പുറത്തേക്ക് വിട്ടാൽ അതിനുശേഷം നമ്മൾ ശ്വാസം എടുക്കുന്ന ഇതിൽ കൂടെ എടുക്കുക. അതായത് ഈ മൗത്ത് പീസ് വെച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് ഫുൾ നമ്മുടെ വായിൽ ചുണ്ട് വെച്ച് സീൽ ചെയ്ത് വെക്കുക, ചുറ്റും ഇങ്ങനെ വെക്കുക, എന്നിട്ട് വലിക്കുക. കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ശ്വാസം എടുത്തിട്ട് നമ്മൾ 2-3 സെക്കൻഡ് എടുത്ത് പിടിക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ അത് പലതവണയുള്ള എക്സസൈസിലൂടെ നമുക്ക് 3 ബോളും പൊക്കാൻ പറ്റും. കണ്ണൂർ കാണിച്ചു തരാം. അങ്ങനെ 3 ബോളും പൊക്കാൻ പറ്റും. സോ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തളർച്ച അതുപോലെ കാര്യങ്ങൾ ഫീൽ ചെയ്യും. കാരണം നോർമൽ ഇതിൽ നിന്ന് കൂടുതലൊരു വർക്ക് ചെയ്യുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ, സ്ട്രെയിൻ എടുക്കുമ്പോൾ പ്രശ്നം വരും. ആ സമയത്തൊന്ന് ഇത് നിർത്തി വെച്ചിട്ട് ഒന്ന് നോർമലി ശ്വാസം എടുക്കുന്ന പോലെ എടുത്തും ശ്വാസം പുറത്തേക്ക് വിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം. സോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ബോളെ പൊക്കാൻ പറ്റത്തുള്ളൂ, ഒരു ബോൾ ഫുള്ള് പൊങ്ങില്ല, അല്ലെങ്കിൽ 2 ബോളെ പൊക്കാൻ പറ്റുള്ളൂ. അതിൽ പ്രശ്നങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള മെഷീനാണ്. നിരന്തരമായിട്ടുള്ള എക്സസൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ബോളുകൾ 3 എണ്ണം നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ പറ്റും. സോ അത്രയും 3 എണ്ണം മുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി നല്ലതാണ്, ലങ്സിന് അത്രയും കപ്പാസിറ്റി ഇൻടേക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശ്വാസം എടുത്താണ് കാണിച്ചത്. ഇനി ശ്വാസം പുറത്തേക്ക് തള്ളുമ്പോൾ ഉള്ള ഒരു അളക്കാനുള്ളൊരു പരിപാടിയും കൂടി ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇതുപോലെ മൗത്ത് പീസ് എടുക്കുക. ഇത് നേരെ തലകുത്തി പിടിക്കുക, അതായത് കീഴെ പിടിച്ചിട്ട് ഇതുപോലെ തന്നെ ഈ മൗത്ത് പീസ് എടുക്കുക. മൗത്ത് പീസ് വായിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഊതുക, അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു പ്രക്രിയ. ശരിക്കും ഈ 2 ബോളെ പൊങ്ങത്തുള്ളൂ, 3 ബോൾ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കത്തുള്ളൂ. ആകെ 2 ബോളും. അതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു പ്രക്രിയ. നമുക്ക് അകത്തേക്ക് എടുക്കണം എന്നുകൂടി നോക്കാം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസ്പിറോമീറ്ററിൻ്റെ പരിപാടി. ഒരു ദിവസം ഒരു 2-3 തവണ അത് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ ചെയ്യുന്നത് കൂടി നമ്മൾ പലതവണയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി, കാരണം നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ അറിയേണ്ടതാണ്. അതിന് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയും. ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നു. സോ ആ സമയത്ത് നമ്മുടെ ലങ്സിൻ്റെ ഫുൾ കപ്പാസിറ്റി, ലങ്സ് ഫുള്ള് നമ്മൾ ശരിക്കും വായു കൊണ്ട് നിറയ്ക്കുന്നില്ല, ഫുൾ കപ്പാസിറ്റിയിലേക്ക് ലങ്സ് നമ്മൾ എടുക്കുന്നില്ല. സോ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തില്ലെങ്കിൽ ആ ലങ്സിൻ്റെ കപ്പാസിറ്റി സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. സോ ഇങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനൊരു ശ്വാസിക്കാനുള്ള പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ബ്രീത്തിങ് കപ്പാസിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. സോ അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ് ഈ റെസ്പിറോമീറ്റർ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇത് വാങ്ങി വെക്കുക. നമ്മൾ പല കാര്യങ്ങൾക്കും പൈസ ചിലവാക്കുന്നവരാണ്. സോ ഇങ്ങനത്തെ ഉപകാരപ്പെട്ട ചെറിയ ചെറിയ സാധനങ്ങൾ വീടുകൾ വാങ്ങി വയ്ക്കുക, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ഭവനങ്ങളിൽ ഇത് വാങ്ങി വയ്ക്കുക, ഉപയോഗിക്കുക, സേഫായിട്ട് തന്നെ എല്ലാവരും ഇരിക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനും അനൂപും വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് കോവിഡ്.